നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത മേധാവി ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ അടുത്ത അവകാശിയായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമനേയി അദ്ദേഹവും കൊല്ലപ്പെട്ടു എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുജ്തബ ഖമേനി ജീവിച്ചിരിപ്പുണ്ടെന്നും ചികിത്സയിലുമാണ് എന്നാണ് ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ ആയത്തുള്ളയുടെ മൃതസംസ്കാരത്തിൽ പങ്കെടുക്കാൻ മുജ്തബ ഖമനേയി വരാതിരുന്ന സാഹചര്യത്തിൽ അദ്ദേഹവും കൊല്ലപ്പെട്ടോ എന്ന ഒരു ചോദ്യം ഉയരുന്നു. വിദേശ മാധ്യമങ്ങൾ അത്തരത്തിലൊരു സൂചന നൽകുന്നുണ്ട്. എന്നാൽ 8 ലക്ഷം പേർ പങ്കെടുത്ത സംസ്കാര ചടങ്ങിൽ സുരക്ഷാ കാരണങ്ങളാലാണ് മുജ്തബ ഖമേനിയെ പങ്കെടുക്കാതിരുന്നതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. പിതാവിന്റെ അന്ത്യകർമ്മങ്ങളിൽ പോലും മുജ്തബ ഖമേനിയെ പങ്കെടുക്കാതിരുന്നത് ഭരണകൂട വൃത്തങ്ങളിലും രാജ്യാന്തര തലത്തിലും വലിയ രീതിയിലുള്ള ദുരൂഹതകൾക്കും ചർച്ചകൾക്കും വഴി നയിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിനിടയാക്കിയ അതേ ആക്രമണത്തിലാണ് മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ ഒരു കാലും കൈയും നഷ്ടപ്പെട്ടതായാണ് റിപ്പോർട്ട്. ആഴ്ചകളോളം അബോധാവസ്ഥയിലായിരുന്നുവെന്നും നിലവിൽ സ്ഥിതി മെച്ചപ്പെട്ടുവെന്നും ഇറാൻ ഭരണകൂടം അവകാശപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം പൊതുവേദികളിൽ ഒരിടത്തും വന്നിട്ടില്ല. വധശ്രമത്തിൽ മുജ്തബയുടെ മുഖത്തിന് ഗുരുതരമായി വൈരൂപ്യം സംഭവിക്കുകയും കൈകാലുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ചില റിപ്പോർട്ടുകൾ കൂടി രാജ്യാന്തര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു കാലിൽ ഒന്നിലധികം ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വന്നതായും പ്രോസ്തറ്റിക് കാലുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ ജനറലുകളാണ് നിലവിലെ ഭരണകാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ആയത്തുള്ള അലി ഖമേനിയുടെ രണ്ടാമത്തെ മകനും രാജ്യത്തിന്റെ രാഷ്ട്രീയ സൈനിക കാര്യങ്ങളിൽ വർഷങ്ങളായി നിർണായക സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയുമാണ് മുജ്തബ ഖമേനി. ആയത്തുള്ള ഖമേനിയുടെ ഓഫീസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്നതും മുജ്തബയായിരുന്നു. ഇറാനിലെ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുന്നതിലും മുജ്തബ വഹിച്ച പങ്ക് പ്രധാനമാണ്. നിലവിൽ അദ്ദേഹം ഒരു രഹസ്യ കേന്ദ്രത്തിൽ സുഖം പ്രാപിച്ചു വരികയാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമേനിയുടെ മകൾ, മരുമകൾ, 14 മാസം പ്രായമുള്ള കൊച്ചുമകൾ എന്നിവരുടെ മൃതദേഹങ്ങളും അദ്ദേഹത്തിനൊപ്പം വെച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും സംയുക്തമായി ഇറാന് നേരെ നടത്തിയ ആക്രമണത്തിലാണ് 36 വർഷക്കാലം പരമോന്നത നേതൃപദവിയിൽ തുടർന്ന ആയത്തുള്ള അലി ഖമേനിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ മുജ്തബ ഖമേനിയുടെ ഭാര്യ സഹ്റ ഹത്താഖ് അതയിലും കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഭാര്യയുടെ സംസ്കാര ചടങ്ങിൽ മുജ്തബ ഖമേനി പങ്കെടുത്തിരുന്നില്ല. പിതാവിന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഖമേനിയുടെ മറ്റു 3 ആൺമക്കൾ എത്തിയെങ്കിലും പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ മുജ്തബ ഖമേനിയുടെ അസാന്നിധ്യം വലിയ ചർച്ചയായിരിക്കുകയാണ്. ഇസ്രായേൽ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്ന സുരക്ഷാ കാരണങ്ങളാണ് മുജ്തബ പൊതുവേദിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഖമേനിയുടെ മരണശേഷമാണ് മുജ്തബ ഖമേനിയെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി വിദഗ്ധ സമിതി തിരഞ്ഞെടുത്തത്. വ്യോമാക്രമണത്തിൽ അലി ഖമേനി കൊല്ലപ്പെട്ട് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമായിരുന്നു നിർണായക പ്രഖ്യാപനം. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ഉടൻ വധിക്കപ്പെടേണ്ടവരുടെ പട്ടികയിലുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യ മന്ത്രിയും രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.